ചേച്ചി തീരുമാനിച്ചതും ദീപക് അനന്തംപിള്ളയ്ക്ക് വാക്കുകൊടുത്തതുമായ ഈ വിവാഹം നടക്കുന്നതിന് എനിക്ക് എതിർപ്പൊന്നുമില്ല. ഉപാധികളോടെ ജാമ്യം അനുവദിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് പോലെ ചില ഉപാധികളോടെ ഈ കല്യാണം നടത്താൻ ഞാൻ അനുവദിക്കൂ. മകളുടെ മംഗളകർമ്മത്തിന് രക്ഷകർത്താവായി വരാൻ അവളുടെ അച്ഛനില്ല. ആ സ്ഥാനത്ത് സാറുണ്ടാവണം. അവളെ അനുഗ്രഹിക്കണം പ്ലീസ്. ശരി, വാ. കാര്യം പലപ്പോഴും ശല്യാണെങ്കിലും ആ തള്ള ഇവിടെ ഉണ്ടായിരുന്നപ്പോ വീട്ടിലൊരു ഓളം ഉണ്ടായിരുന്നു. അല്ല, ദുബായിക്ക് തന്നെയാണോ വേണുവേട്ട പോയത്? ഒരു വിവരമില്ലല്ലോ. ഇവനും പോണോ ദുബായിക്ക്? ഇവ കണ്ട കളക്ടറാന്ന് തോന്നും. എങ്ങോട്ടടാ? ജേട്ടൻ ജോലി തേടി സെക്രട്ടേറിയറ്റിലേക്ക് പോവാ. ജോലി തേടി സെക്രട്ടേറിയറ്റിലേക്കോ? അതെന്താ, വേറെങ്ങ് പടി കിട്ടില്ലേ? അംബികാവർമ്മയുടെ പി എ ആയതിനു ശേഷം ജേട്ടൻ ആ ജോലി അങ്ങ് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഇനി പി എ ജോലി മാത്രമേ ചെയ്യൂന്ന് ശപഥം ചെയ്തിരിക്കുക. പുതിയ മന്ത്രിസഭ അധികാരത്തിലെത്തിയില്ലേ? ഏതെങ്കിലും മന്ത്രിക്ക് പി എ വേണോന്ന് അറിയണമല്ലോ. നീ ആ സെക്രട്ടേറിയറ്റിന് മുന്നിൽ കറങ്ങാൻ പോവല്ലേടാ? എടി പോത്തെ, നീ ഇവനെപ്പോലെ ഒരു വിഡ്ഢിയായാലോ? പോസ്റ്റ്മാനാ? ഇപ്പോഴുണ്ടോ ഈ പോസ്റ്റ്മാനൊക്കെ? ഈ മൊബൈൽ വന്നതിന് ശേഷം ഇതൊക്കെ അന്യം നിന്നാ ഞാൻ കരുതിയത്. ശ്രീലക്ഷ്മി ഉണ്ടോ ഇവിടെ? ഇല്ലല്ലോ, അവൾ അമ്പലത്തിൽ പോയിരിക്ക. ഒരു രജിസ്റ്റർ ഉണ്ടായിരുന്നു ശ്രീലക്ഷ്മിക്ക്. എന്റെ തന്നാ മതി, അവള് വരാൻ താമസമുണ്ട്. രജിസ്റ്റർ ലെറ്ററൊക്കെ അവരവരുടെ കൈ കൊടുക്കണമെന്നാ നിയമം. സാറേ, ഞാൻ അവളുടെ അച്ഛനും അവളെ അമ്മയാ. നിയമവിരുദ്ധ, എന്നാലും പോട്ടെ. ഇതിലൊന്ന് സൈൻ ചെയ്യണേ. ഇവിടെ. ശരി എന്നാ. ശരി. ആ, എന്താ നോക്കിയടി? എന്താടി ഇത്? ശ്രീലക്ഷ്മിക്കുള്ള ഡിവോഴ്സ് നോട്ടീസ് അച്ഛാ. ഡിവോഴ്സ് നോട്ടീസോ? കണ്ണുറക്കമ്മേ. ചേട്ടാ, ചേട്ടാ, അമ്മ, അമ്മേ. ചെറിയമ്മേ, അതെ, ഞാൻ ഋതുമോളുടെ ചെറിയമ്മയാ. അപ്പോ ദീപേട്ടന്റെ? ആ, ദീപകിന്റെ ഒരു അമ്മായിയായിട്ടൊക്കെ വരും. ഒരു സംശയം ചോദിച്ചോട്ടെ അമ്മായി. ഋതിക കുറേയേറെ മോശം വാക്കുകള് ദീപേട്ടനെ കുറിച്ച് പറഞ്ഞു. ഒരാള് ഇത്രയൊക്കെ മോശമാവോ? എന്തായാലും കല്യാണം കഴിക്കാൻ തീരുമാനിച്ചിരിക്കല്ലേ. കല്യാണം കഴിഞ്ഞ് ഒരാഴ്ച കഴിയട്ടെ, അപ്പൊ പഠിച്ചോളും. ഋതുമോള് നുണയൊന്നും പറയില്ല. അവള് പറഞ്ഞതൊക്കെ സത്യ. മോളെ, അവന്റെ ഒരു വല്ലാത്ത സ്വഭാവാ. ഒരു മനുഷ്യനും അവന്റെ അടുത്ത് അടുക്കാൻ കഴിയില്ല. ഒരു പെണ്ണ് കൊച്ചിനെ എടുത്തിട്ട് കരഞ്ഞും പിഴിഞ്ഞും ഇവനെ ശപിച്ചിട്ട് അല്പം മുമ്പ് ഇവിടുന്ന് ഇറങ്ങി പോയതേയുള്ളൂ. മോള് ഇവന്റെ അടിയും തൊഴിയും കൊണ്ട് ഇവിടുന്ന് പോവാതിരിക്കാൻ വേണ്ടി ഋതുമോള് പറഞ്ഞതാ. വിശ്വസിക്കുന്നെങ്കിൽ വിശ്വസിച്ചോ. അംബികമ്മയോ? ദീപേട്ടനമ്മ? ഉള്ളത് പറയാലോ, ഇങ്ങനൊരു നെറികെട്ട അമ്മായിയമ്മയെ തപസ്സിരുന്ന ആർക്കും കിട്ടില്ല. ആ,
കുറെ അസൂയക്കാരും പരദൂഷണക്കാരും ഒക്കെ ഇവിടെയുണ്ട്. അതൊന്നും കാര്യാക്കണ്ട. അതെല്ലാ കുടുംബത്തിലും കാണുമല്ലോ. ഞാനതൊന്നും അങ്ങനെ കാര്യമാക്കിയിട്ടില്ല. ആഹാ, എല്ലാരും ഉണ്ടല്ലോ, നല്ല കാര്യം. ഞങ്ങൾ പിള്ളേച്ചനെ പോയി കണ്ടു, സംസാരിച്ചു. ഇവര് പറഞ്ഞതൊക്കെ ശരിയാ. അനന്തമുള്ള പാപ്പരാ. അയാളെന്റെ ശത്രുവായിരുന്നു. പക്ഷേ ശത്രുവിന്റെ നാശം കണ്ട് ആനന്ദിക്കുന്നവനല്ല പ്രതാപവർമ്മ. മഹാപാപികളിൽ ഒരാൾ മാനസാന്തരപ്പെട്ട അതിലും വലിയ സമ്മാനം ദൈവത്തിന് കൊടുക്കാനില്ല. അനന്തമുള്ള അടിമുടി മാറിയിരിക്കുക. അതുകൊണ്ട് ചേച്ചി തീരുമാനിച്ചതും ദീപക് അനന്തംപിള്ളയ്ക്ക് വാക്കുകൊടുത്തതുമായ ഈ വിവാഹം നടക്കുന്നതിന് എനിക്ക് എതിർപ്പൊന്നുമില്ല. എന്റെ ഈശ്വര, ഉപാധികളോടെ ജാമ്യം അനുവദിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് പോലെ ചില ഉപാധികളോടെ ഈ കല്യാണം നടത്താൻ ഞാൻ അനുവദിക്കൂ. ഇവന്റെ പേരിൽ ഒരു കംപ്ലൈന്റും ഇനി എന്റെ മുന്നിൽ വരാൻ പാടില്ല. ഇന്നലെ വരെ ഇവൻ ചെയ്തിട്ടുള്ള എല്ലാ മര്യാദകേടുകളും ഞാൻ എഴുതി തള്ളിയിരിക്കുന്നു. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ദിവ്യ ഇവനെ ഉപേക്ഷിച്ച് പോയതാണെങ്കിലും അവൾ എപ്പോ കുഞ്ഞുമായി തിരികെ വന്നാലും ആ കുഞ്ഞിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഇവന് തന്നെയായിരിക്കും. ഈ നിബന്ധനകളെല്ലാം അംഗീകരിക്കെങ്കിൽ മാത്രം ഈ കല്യാണം നടത്താം. മനുഷ്യൻ എന്നെ ഏത് പാതാളത്തിൽ പിടിച്ച് തളച്ചിട്ടാലും ദൈവം എന്റെ കൂടെ തന്നെ ഉണ്ട്. കണ്ടില്ലേ? എന്താ സാറേ ഒറ്റയ്ക്ക് ചിരിക്കുന്നേ?